നമസ്കാരം. റൈറ്റ് സ്റ്റോറി ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. വീണ്ടും ഇന്ത്യ ഒന്ന് ഞെട്ടിയിരിക്കുകയാണ്. വേറൊന്നുമല്ല, ഇന്ത്യയിലെ കൊലപാതകങ്ങളുടെ രീതി അനുസരിച്ച് വിദേശ രാജ്യത്തെ സീരിയൽ കില്ലേഴ്സ് പോലും ചെയ്യാത്ത തരത്തിലുള്ള കില്ലിംഗ് സ്റ്റൈലാണ് ഇന്ത്യയിലെ കില്ലേഴ്സ് ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ചും പെൺകുട്ടികളുടെ, അതും തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് കൊണ്ടു നടക്കുന്ന പെൺകുട്ടികളെ കൊന്ന് പീസുകളാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. അങ്ങനെ ഒരുതരം ഫോബിയയുള്ള ആൾക്കാരുടെ നാടായി മാറിയിരിക്കുകയാണോ, അങ്ങനെ ഫോബിയയുള്ള കില്ലേഴ്സിന്റെ നാടായി മാറിയിരിക്കുകയാണോ ഇന്ത്യ എന്ന ലോകം ചോദിച്ചാൽ തെറ്റു പറയാനാവില്ല. കാരണം കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് ഏതാണ്ട് 4ഓളം കേസുകളാണ്, അതും പ്രമാദമായ കേസുകളാണ് ഇന്ത്യയിൽ നടന്നിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഇന്നലെ ബംഗളൂരുവിലെ അപ്പാർട്ട്മെന്റിൽ, അത് ജനങ്ങൾ തിങ്ങി പാർക്കുന്ന അപ്പാർട്ട്മെന്റിൽ 26 വയസ്സുള്ള മഹാലക്ഷ്മി എന്ന യുവതിയെ 30 കഷ്ണങ്ങളാക്കി മുറിച്ചാണ് 15 ദിവസം അധികം പഴക്കമുണ്ട് ആ മൃതദേഹത്തിന്. അതുകൊണ്ട് 15 ദിവസം മുൻപ്, 2 ആഴ്ചയ്ക്ക് മുൻപായിട്ട് ആ പെൺകുട്ടിയുടെ മൃതദേഹം, തല പ്രത്യേകം, ദേഹങ്ങൾ പ്രത്യേകം, അങ്ങനെ പല കഷ്ണങ്ങളാക്കി നുറുക്കി 30 പീസുകളാക്കി നുറുക്കി 146 ലിറ്ററുള്ള ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്നത്. അയൽവാസികൾ ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് പോലീസിനേക്കാളും മുമ്പ് തൊട്ടടുത്ത് തന്നെ അവരുടെ അമ്മയും സഹോദരങ്ങളും താമസിക്കുന്നുണ്ടായിരുന്നു. അവർ ഭർത്താവും കുട്ടിയുമായി അകന്നു കഴിഞ്ഞിരുന്ന ഒരു സ്ത്രീയായിരുന്നു എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത്. ഇതുവരെ കൊലപാതകയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതും ബാംഗ്ലൂർ പോലുള്ള ഒരു മെട്രോ സിറ്റിയിൽ, ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന ഒരു സിറ്റിയിൽ ഒരു യുവതിയെ ഈ തരത്തിൽ കൊലപാതകം നടത്തിയതിനു ശേഷം വീട് പുറത്തുനിന്ന് പൂട്ടിയിരിക്കുന്നതായിട്ടാണ് കണ്ടിരിക്കുന്നത്. ഒരു വിവരവും പോലീസിന് ഈ നിമിഷം വരെ കിട്ടിയിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നുള്ളത്. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ മാത്രം ഇങ്ങനെ, അതായത് മറ്റു രാജ്യങ്ങളിൽ 70s-ലും 60s-ലും ഒക്കെ നടന്ന ആ ഒരു ടൈപ്പ് ഓഫ് കൊലപാതക ശ്രമങ്ങൾ ഇന്ന് ഡെവലപ്ഡ് കൺട്രി അല്ലെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രി എന്ന് വീമ്പിളക്കുന്ന, ഒരുപാട് സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടെന്ന് വീമ്പിളക്കുന്ന ഇന്ത്യയിൽ മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? നമ്മുടെ രാജ്യം ഇന്ന് പല രാജ്യത്തിനും അഭിമാനമായി മാറിയിരിക്കുന്ന പല കാര്യങ്ങളിലൂടെയുമാണ് ഇന്ത്യ കടന്നു പോകുന്നത്. നമ്മുടെ രാജ്യം കൊണ്ടു നടക്കുന്ന നമ്മുടെ കേന്ദ്രമായാലും അതുപോലെ സംസ്ഥാനങ്ങളായാലും വികസനത്തിന്റെ പാതയിലാണ്. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തായാലും ഓരോ രാജ്യത്തില് മുൻപന്തിയിൽ നിൽക്കുന്നത് എവിടെ നോക്കിയാലും ഇന്ത്യക്കാർ തന്നെയാണ്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ, സ്ത്രീകളോട് പെരുമാറുന്നത് ഒരു കാര്യങ്ങൾ വരുമ്പോൾ മാത്രം ഇന്ത്യ എന്തുകൊണ്ട് അധപ്പതിച്ചു പോകുന്നു? മറ്റു റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് സുരക്ഷിതമായി ജീവിക്കാൻ പറ്റാത്ത രാജ്യങ്ങളുടെ പട്ടികയിൽ 1-ാം സ്ഥാനം തന്നെയാണ് ഇന്ത്യ എന്ന് പറയേണ്ടി വരും. ഒഫീഷ്യലി ചിലപ്പോ 20-30 സ്ഥാനമാണെങ്കിൽ പോലും നമുക്ക് അല്ലാതെ പറയേണ്ടി വരും. ഇന്ത്യയിൽ ജീവിക്കുന്ന എന്ന ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ ഉറപ്പായിട്ടും പറയേണ്ടി വരും, ഇന്ത്യയിൽ ജീവിക്കുന്നത് ആത്മഹത്യാപരമാണെന്ന് പറയേണ്ടി വരും. വേറൊന്നും കൊണ്ടല്ല, പ്രത്യേകിച്ചും ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് ഒരു അപ്പാർട്ട്മെന്റിൽ കഴിയാൻ പറ്റില്ല എന്ന അവസ്ഥയാണ്. അതുമാത്രവുമല്ല, ഈ ഒരു തരം ടൈപ്പ് ഓഫ് മർഡർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സീരീസ് നടക്കുന്നത് ഇത് ആദ്യമായിട്ടല്ല. വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ, അതായത് എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ, എന്നെ പോലുള്ള ആൾക്കാരുടെയൊക്കെ കുട്ടിക്കാലത്ത്, ഒരു 4-ലോ 5-ലോ ഒക്കെ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ ഡോക്ടർ ഓമന എന്ന് പറയുന്ന ഒരു ഡോക്ടർ, ഓമന എന്ന് പറയുന്ന കില്ലർ ഓമന, അവരുടെ പേര് ഞാൻ ഇന്നും ഓർക്കുന്നു, കാമുകനെ പീസാക്കി നുറുക്കി, ഊട്ടിയിലാണ് ആ കൊലപാതകം എന്റെ ഓർമ്മ, അവര് ട്രെയിനിൽ യാത്ര ചെയ്തതായിട്ട് ഓർക്കുന്നുണ്ട്. പീസാക്കി കാമുകനെ മുറിച്ചു വെച്ച് നടന്ന ഒരു കാലം ഓർക്കുന്നു. അവര് ഇന്നും പിടികിട്ടാപ്പുള്ളിയാണ്. ഇന്നും അവര്, എനിക്ക് തോന്നുന്നു, ലേഡി സുകുമാരക്കുറുപ്പ് എന്നറിയപ്പെടുന്ന ഒരു സ്ത്രീ തന്നെയാണ് അവര്, ഡോക്ടർ ഓമന. മലയാളികൾ അങ്ങനെ മറക്കാൻ സാധ്യതയില്ല. അതിനേക്കാളും മാരകമാണ് ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് വർഷങ്ങൾക്ക് മുൻപ്. ഇന്ന് ഇത്രയും വിദ്യാഭ്യാസം വിടുക, പക്ഷെ ഇത്രയും അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ഉണ്ടായിട്ട്, പോലീസ് ഉണ്ടായിട്ട്, സേനകൾ ഉണ്ടായിട്ട്, സൈബർ സെല്ലുകൾ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഇത്രയും അരക്ഷിതാവസ്ഥ സ്ത്രീകൾക്ക് ഇന്ത്യയിൽ സംഭവിക്കുന്നത്? എന്ത് ധൈര്യത്തിന്റെ പുറത്താണ് ഒരു സ്ത്രീയെ, ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു മൃഗത്തിന് പോലും ഇത്രയും വൃത്തികെട്ട മരണ സ്റ്റോറി പറയാനുണ്ടാവില്ല. കാരണം നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു മൃഗത്തെ, നമ്മുടെ പ്രിയപ്പെട്ട വളർത്തുനായോ അല്ലെങ്കിൽ പ്രിയപ്പെട്ട പശുവിനെയോ പോത്തിനെയോ കാളയോ അല്ലെങ്കിൽ എന്തിനെങ്കിലും നമ്മൾ ഇങ്ങനെ ഈ തരത്തിൽ, പൂച്ചയോ പട്ടിയോ ഒക്കെ ഇങ്ങനെ, നായയോ ഒക്കെ ഈ തരത്തിൽ വെട്ടി നുറുക്കി പ്ലാസ്റ്റിക് കവറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക, അല്ലെങ്കിൽ കൊന്നു കളയുന്നത് മൃഗങ്ങളോട് പോലും മനുഷ്യൻ ചെയ്യാതെ എന്തിനാണ്? അവനവന്റെ റേസിലുള്ള ഒരു മനുഷ്യൻ തന്നെയാണല്ലോ. അത് എന്തുകൊണ്ടായിരിക്കാം ഇന്ത്യയിൽ മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത്? ഇപ്പോൾ പ്രത്യേകിച്ചും അടുപ്പിച്ചടുപ്പിച്ച് അതിങ്ങനെ പറയാൻ കാര്യം, കുറച്ചു നാളുകൾക്ക് മുൻപാണ് നിക്കി എന്ന് പറഞ്ഞ യുവതിയെ ഡൽഹിയിൽ വെച്ച് അവരുടെ കാമുകൻ ഇതുപോലെ വെട്ടി നുറുക്കി കൊലപ്പെടുത്തി ധാബയിലെ ഫ്രിഡ്ജിൽ വെച്ചത്. അതിനും 1 മാസം മുമ്പാണ് ഡൽഹിയിൽ തന്നെ ശ്രദ്ധ വാക്കർ എന്ന് പറഞ്ഞ യുവതിയെ
അഫ്താബ് എന്ന് പറഞ്ഞ അവരുടെ കാമുകൻ വെട്ടി നുറുക്കി ഫ്രിഡ്ജിൽ വെച്ചത് കൂടാതെ മാസങ്ങളോളം ഒരു 2 മാസം എടുത്ത് ഡൽഹിയിലെ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഇവരുടെ ഓരോ ഭാഗങ്ങളും പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി വലിച്ചെറിയുകയുണ്ടായി. ആ യുവതി കൊല്ലപ്പെട്ടതിന് ശേഷം ഏതാണ്ട് 6 മാസങ്ങൾക്ക് ഇപ്പുറമാണ് ആ പെൺകുട്ടി കൊല ചെയ്യപ്പെട്ടു എന്ന് പോലും അറിയപ്പെടുന്നത്. പക്ഷെ ഇവിടെയെല്ലാം കോമൺ ആയിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത്, ഇവരെല്ലാവരും വീട്ടുകാരെ എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം പാർട്ട്ണർക്ക് വേണ്ടി അല്ലെങ്കിൽ ലിവിംഗ് റിലേഷൻഷിപ്പിലായിരുന്ന ആൾക്കാരെന്നാണ്. ഒരു പെൺകുട്ടി അവളുടെ ജീവന തുല്യം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത് തന്റെ ഒരേ റേഞ്ചിലുള്ള ഒരാളുമായിട്ട് അടുക്കുന്നു. വീട്ടുകാരുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് അയാളോടൊപ്പം പോകുന്നു, കുറച്ചുനാൾ അയാളോടൊപ്പം താമസിക്കുന്നു. അതിനുശേഷം വേണ്ടെങ്കിൽ അവരെ വേണ്ടെന്ന് വെക്കുന്നതിന് പകരം അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആയി പോകേണ്ടതിന് പകരം അവരുടെ ഇല്ലീഗൽ അല്ലെങ്കിൽ അവരുടെ അതർ റിലേഷൻഷിപ്പ് കണ്ടെത്തുമ്പോൾ അതിക്രൂരമായി കൊന്നുകളയുക എന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ യുവതലമുറ മാറിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നിയമത്തിന്റെ പഴുതുകളുള്ളത് തന്നെയാണെന്നാണ് പറയേണ്ടി വരുന്നത്. കടുത്ത ശിക്ഷകൾ ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ യുവതലമുറ മാനസിക വൈകൃതങ്ങളിലേക്ക് പോകുന്നത് കൊണ്ടാണോ? നമ്മുടെ ഇന്ത്യൻ യുവത്വത്തിന് എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് എല്ലാവരെയും സൈക്കോ എന്ന് പറഞ്ഞ് കണ്ണടച്ചിരുട്ടാക്കാൻ സാധിക്കത്തില്ല, അല്ലെങ്കിൽ ആരോപിക്കാൻ പറ്റുകയില്ല. ഇവരെല്ലാവരെയും നമുക്ക് എങ്ങനെയാണ് അറിയാൻ സാധിക്കുക ഇവരുടെ മനസ്സിൽ എന്തുകൊണ്ടാണെന്ന്? ഈ പറയുന്ന ശ്രദ്ധാ വാക്കർ 1 വർഷം മുമ്പ് ഡൽഹിയിൽ നടന്ന കൊലപാതകം, വളരെ സ്മാർട്ടായിട്ടുള്ള 2 ആൾക്കാർ, അതായത് അഫ്താബ് എന്ന് പറഞ്ഞ സുമുഖനായ ചെറുപ്പക്കാരൻ, ശ്രദ്ധാ വാക്കർ എന്ന് പറഞ്ഞ സുമുഖിയായ വേറൊരു പെണ്ണ്, രണ്ടുപേരും 2 ജാതിക്കാരാണ്. ശ്രദ്ധയുടെ വീട്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ എതിർപ്പ് അവരുടെ വിവാഹത്തിനുണ്ടായിരുന്നത്. ശ്രദ്ധയ്ക്ക് അഫ്താബ് തന്നെ ലീഗലായി വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹവും ഉണ്ടായിരുന്നു. അഫ്താബ് ശ്രദ്ധയും ഒരു ഡേറ്റിംഗ് ആപ്പിലൂടെയാണ് പരിചയപ്പെട്ടത്. അവർ 2 വർഷത്തോളം മുംബൈക്കാരായിരുന്നു. അവർ കുറെ നാളുകൾ ഒരുമിച്ച് താമസിച്ചു. പിന്നീട് ഡൽഹിയിലേക്ക് താമസം മാറിയതിനു ശേഷമാണ് അഫ്താബ് തന്നെ ആക്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ ക്രൂരമായി ഉപദ്രവിക്കുന്നുണ്ടെന്ന് അവരുടെ കൂട്ടുകാർക്ക് മെസ്സേജുകൾ അയക്കുന്നു, തന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് അവർ ലെറ്റേഴ്സ് എഴുതുന്നു. ഇതൊക്കെ കണ്ടിട്ടും എന്തുകൊണ്ടായിരിക്കാം പാരന്റ്സോ അല്ലെങ്കിൽ സുഹൃത്തുക്കളും അനങ്ങാതിരുന്ന? ഒരു പക്ഷെ അങ്ങനെ അനങ്ങിയിരുന്നെങ്കിൽ ഈ പെൺകുട്ടിയുടെ ജീവൻ ഇന്നുണ്ടാകുമായിരുന്നു. ഒരു പക്ഷെ കുറച്ച് നാളുകൾക്ക് ശേഷമായിരിക്കാം ഇവരുടെയൊക്കെ ഒരു തലം, ഈ പറയുന്ന കൂട്ടത്തിൽ താമസിക്കുന്ന മെയിൽ പങ്കാളിയുടെ തലം കൂട്ടത്തിൽ താമസിക്കുന്ന ഫീമെയിൽ പങ്കാളിക്ക് തിരിച്ചറിയപ്പെടാൻ സാധിക്കുന്നത്. അത് തന്നെയാവും ചിലപ്പോൾ മഹാലക്ഷ്മിക്കും സംഭവിച്ചിട്ടുണ്ടാകുക. ഇന്നലെ ബാംഗ്ലൂരിൽ നടന്ന ആ ഒരു കണ്ടെത്തൽ, കൊലപാതകം നടന്നത് ഇന്നലെയല്ല, മറിച്ച് 15 ദിവസത്തെ പഴക്കം ആ മൃതദേഹങ്ങൾക്കുണ്ടെന്നാണ് അല്ലെങ്കിൽ ആ മാംസ കഷ്ണങ്ങൾക്കുണ്ടെന്നാണ് പോലീസ് അറിയിച്ചത്. ഒരുപക്ഷെ അവർ അവരുടെ കുട്ടിയിൽ നിന്നും ഭർത്താവിൽ നിന്നും അകന്നു കഴിഞ്ഞിരുന്ന ഒരു സ്ത്രീയാണ്. 26 വയസ്സ് മാത്രമായിരുന്നു അവരുടെ പ്രായം. എന്നിട്ടും എന്തുകൊണ്ട് അവർക്ക് ഇത് സംഭവിച്ചു? പുറത്ത് നിന്ന് പൂട്ടിയ നിലയിലായിരുന്നു അപ്പാർട്ട്മെന്റ് കടന്നിരുന്നത്. അവിടെ ആര് വന്നു പോകുന്നുണ്ട്? അവർ സൂപ്പർ മാർക്കറ്റിലെ ജീവനക്കാരിയായിരുന്നു. ദിവസവും അവർ പോകുമായിരുന്നു. പക്ഷെ സെപ്റ്റംബർ 2-ാം തീയതി മുതൽ ഇവരുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറയുന്നു. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ട് അവരുടെ പേരൻസ് അന്വേഷിച്ചില്ല എന്നുള്ളത് വലിയൊരു ഫാക്ടർ തന്നെയാണ്. ഒരു പക്ഷേ ശത്രു വീട്ടിനുള്ളിൽ തന്നെ ആണോ എന്ന് പോലീസ് ഉടനടി തീർച്ചയായിട്ടും അവർ കണ്ടെത്തും. ഇതിലും വലിയ പ്രമാദമായ കേസുകൾ കണ്ടെത്തുന്നു, പ്രതികളെ പിടിക്കുന്നു, വിചാരണയ്ക്ക് ജയിലിൽ കൊണ്ടുപോകുന്നു, കുറെ കാലം ജയിലിലടയ്ക്കുന്നു. പക്ഷെ ഇതിനൊന്നും ഒരു അവസാനമില്ല. ഒരു പക്ഷെ എന്തുകൊണ്ടാണ് ഈ ചെയ്യുന്നത്? അതായത് ഈ പറയുന്ന അഫ്താബിനായാലും ഈ പറയുന്ന മഹാലക്ഷ്മിയുടെ കൊലപാതകിക്കായാലും അല്ലെങ്കിൽ പറയുന്ന നിക്കിയുടെ കൊലപാതകിക്കായാലും ഇതിനു മുൻപ് ഒരുപാട് കേസുകൾ മുന്നിൽ വന്നിട്ടും ഇതൊന്നും കണ്ട് പേടിയില്ലാതെ അതേ ഫോർമാറ്റിൽ അതേ സീരീസിൽ എന്തുകൊണ്ടാണ് ഈ കില്ലിങ്ങുകൾ ചെയ്യുന്നത് ചോദിച്ചാൽ അത് നമ്മുടെ നിയമവ്യവസ്ഥയെ കൊഞ്ഞണം കുത്തി കാണിക്കുന്നതിന് തുല്യം തന്നെ എന്ന് ചോദിച്ചാൽ അത് ഒട്ടും കുറഞ്ഞു പോവില്ല എന്ന് പറയേണ്ടി വരും. ഇനിയും ഇങ്ങനെയുള്ള കൊലപാതകങ്ങളെ തടയാൻ നമ്മുടെ നിയമങ്ങൾക്കാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.